മലപ്പുറം താഴേക്കാട് സ്കൂളിലെ കത്തിക്കുത്തിന് പിന്നാലെ വീണ്ടും പ്രകോപനപരമായ പോസ്റ്റുമായി വിദ്യാർത്ഥികൾ. പൊട്ടിത്തെറിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പോസ്റ്റ്. ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ഇട്ട 3 വിദ്യാർത്ഥികളുടെ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, ഈ സംഭവത്തിന് ശേഷം, ഈ സംഭവം തന്നെ വലിയ നടുക്കമുണ്ടാക്കിയ ഒന്നാണ്. അതിനുശേഷവും പ്രകോപനപരമായ സമീപനം വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നു എന്നത് വലിയ ഞെട്ടലും ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് വിപിൻ സി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? പോലീസിന്റെ നടപടി എന്താണ് വിപിൻ? രജിത്ത്, ഈ ഒരു കത്തിക്കുത്തിന് പിന്നാലെയും അല്ലെങ്കിൽ ഇത്ര വലിയൊരു സംഘർഷമുണ്ടായി 3 പേർക്ക് കൂട്ടത്തിൽ നിന്ന് കുത്തേറ്റിട്ട് പോലും ഈ കുട്ടികളുടെ ഒരു വൈരാഗ്യം മാറുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പക വിട്ടുമാറുന്നില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇതിപ്പോൾ താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സിലെ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളിലെ അവരാണ് സംഘം ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ ദിവസം തല്ലുകൂടുകയും അതിൽ തന്നെ 3 വിദ്യാർത്ഥികൾക്ക് കുത്തേൽക്കുകയും ചെയ്തിട്ടുള്ളത്. അന്ന് ഈ മലയാളം വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ വിദ്യാർത്ഥികളെയാണ് ആക്രമിച്ചത്. അപ്പോൾ അതിനുശേഷം ഈ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള വിദ്യാർത്ഥികൾ ഒത്തുചേരുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ കോച്ചേരി എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയുമായിരുന്നു. ഈ കോച്ചേരി എന്നുള്ള ഒരു ഗ്രൂപ്പിലാണ് അവരുടെ എല്ലാം തന്നെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളുടെ എല്ലാം ഫോട്ടോ ഇട്ടുകൊണ്ട് വി ആർ നോട്ട് ഡെഡ് എന്ന് ഇട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വെയിറ്റിംഗ് ഫോർ എ ബ്ലാസ്റ്റ് എന്നുമാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഈ 10ാം ക്ലാസ് പരീക്ഷ ഇന്നലെയാണ് അവസാനിച്ചത്. അതിൻ്റെ തലേ ദിവസമാണ് ഈ പോസ്റ്റുകൾ വന്നത്. അതായത് പരീക്ഷ അവസാനിക്കുന്ന ഇന്നലെ വൈകുന്നേരം ഒരു വലിയ സംഘർഷത്തിന് തന്നെ ഇവർ കോപ്പുകൂട്ടിയിരുന്നു എന്നുള്ളതാണ് പോലീസിന് മനസ്സിലായത്. അത്തരത്തിലുള്ള ഒരു രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ വിങ് അത്തരത്തിലൊരു അന്വേഷണം നടത്തുകയും 3 വിദ്യാർത്ഥികളെ, ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിട്ടുള്ള വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ള 3 വിദ്യാർത്ഥികളെ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയുമായിരുന്നു. അങ്ങനെ ഈ 3 വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. ഇത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുൻപാകെ ഈ റിപ്പോർട്ട് ഹാജരാക്കും. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുക. ഇപ്പോൾ ഈ വിവരം രക്ഷിതാക്കളെ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. റീജിത്ത്. ശരി, വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.